സഭയിൽ നിന്നുണ്ടായ സംഘർഷങ്ങളുടെ വിവരങ്ങളുമായി റോഷിപാലുണ്ട്. റോഷിപാൽ, ഇന്ന് സഭയിൽ സംഘർഷഭരിതമായി കാര്യങ്ങൾ. ഇന്നിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ വേഗം അവസാനിച്ചത്? തൻ്റെ പരാമർശം മാത്രം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. പതിവിന് വിരുദ്ധമായി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും വല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളിലേക്ക് പോകുന്നതല്ലേ കണ്ടത്? സ്മൃതി, ഇന്ന് സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷം കരുതിക്കൂട്ടി തന്നെയാണ് സഭയിലേക്ക് എത്തിയത്. കാരണം സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത പ്രതിഷേധമുയർത്താൻ, പ്രത്യേകിച്ച് ഈ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ അത് പട്ടികയിൽ നിന്നും മാറ്റിയതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമുണ്ട്. അത് തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പിന്നീട് അങ്ങോട്ട് ഇതിൻ്റെ തുടർച്ചയെന്നോണം ബഹളമുണ്ടാകുന്നത്. ഇന്ന് രാവിലെ ചേർന്ന UDF പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ സഭയ്ക്കകത്ത് കടുത്ത പ്രതിഷേധമുയർത്താനുള്ള തീരുമാനവും എടുത്തിരുന്നു. ആ തീരുമാനത്തിൻ്റെ തുടർച്ച തന്നെയാണ് സഭയ്ക്കകത്ത് ചോദ്യോത്തരവേളയിൽ തന്നെ കണ്ടത്. പതിവിന് വിരുദ്ധമായി ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ പ്ലക്കാർഡും ബാനറും ഉയർത്തി അത് സ്പീക്കറുടെ മുന്നിൽ പ്രതിഷേധമായി എത്തി. പിന്നീട് ഈ ശൂന്യവേള എത്തിയപ്പോൾ ശൂന്യവേളയിൽ അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുകയും തുടർന്ന് പ്രതിപക്ഷം പിന്നീട് അതുമായി നേരത്തെ ഈ ചോദ്യോത്തരവേളയിലുണ്ടായ സംഭവങ്ങൾ പ്രതിപക്ഷ നേതാവിനെതിരെ മന്ത്രി MP രാജേഷും ഒപ്പം മുഖ്യമന്ത്രിയും അടക്കം നടത്തിയ വിമർശനങ്ങൾ, ആ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു പ്രതിപക്ഷ നേതാവ്. അതാണ് പിന്നീട് വീണ്ടും വലിയ വാക്കുതർക്കത്തിലേക്ക് നീങ്ങിയത്. ഏറെ നേരം സംഘർഷഭരിതമായിരുന്നു. പല ഘട്ടങ്ങളിലും പരിധി വിട്ടുപോകുന്ന തരത്തിലേക്ക് എത്തി പ്രതിഷേധം. പിന്നീട് ഭരണകക്ഷി അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങാനുള്ള നീക്കം നടത്തി. അവർ മുഖ്യമന്ത്രിക്ക് സമീപമെത്തി. അവർ എല്ലാവരും മുഖ്യമന്ത്രിയുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് സഭാ നടപടികൾ അതിവേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയാനുള്ള തീരുമാനത്തിലേക്ക് സ്പീക്കർ എത്തിയത്. സ്പീക്കറുടെ ഡയസിന് മുകളിലേക്ക് വരെ പ്രതിഷേധമെത്തി. കാരണം ഈ ചോദ്യങ്ങൾ 49 ചോദ്യങ്ങളാണ് അത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയത്. അത് ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടിയിരുന്നത് മുഖ്യമന്ത്രിയായിരുന്നു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷം ഈ ചോദ്യങ്ങളായി സഭയിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്തു. പക്ഷേ അത് മുഴുവൻ മാറി. കാരണം ഈ ചോദ്യങ്ങളൊക്കെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. ഏതായാലും പ്രതിഷേധം ഇന്ന് അവസാനിക്കില്ലെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കുന്നത്. നാളെയും കടുത്ത പ്രതിഷേധം സഭയിലുണ്ടാകും. നാളെ മറ്റൊരു വിഷയവുമായി വരുമ്പോൾ തന്നെ ഈ മലപ്പുറം ജില്ലക്കെതിരെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലുണ്ടായ പരാമർശങ്ങൾ അത് വീണ്ടും സഭയിൽ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. സ്മൃതി. ശരി, റോഷിപാലാണ് സഭയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.